ഹായ് നമസ്കാരം. AVS വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ക്വിസ് മത്സരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏതാനും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക, പ്രയോജനപ്പെടും. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ട വർഷം? 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം ഏതാണ്? പ്ലാസി യുദ്ധം. അതായത് ബംഗാളിലെ ഭരണാധികാരിയായിരുന്ന സിറാജുദ്ദൗളയും ബ്രിട്ടീഷ് ഗവർണറായിരുന്ന റോബർട്ട് ക്ലൈവും തമ്മിൽ ബംഗാളിലെ പ്ലാസി എന്ന സ്ഥലത്ത് വെച്ച് നടന്ന യുദ്ധം. ഈ യുദ്ധത്തിൽ റോബർട്ട് ക്ലൈവ് സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തി. ഇത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറയിടുകയുണ്ടായി. അടുത്ത ചോദ്യം, പ്ലാസി യുദ്ധം നടന്ന വർഷം? 1757 പ്ലാസി യുദ്ധം നടന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ മഹത്തായ വിപ്ലവം എന്ന് വിശേഷിപ്പിക്കുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത്. അതായത് 1757 പ്ലാസി യുദ്ധം നടന്ന് 100 വർഷം ആകുമ്പോഴാണ് അടുത്ത ഒരു മഹത്തായ വിപ്ലവം ഇന്ത്യയിൽ നടക്കുന്നത്, ബ്രിട്ടീഷുകാർക്കെതിരെ. ഈ വിപ്ലവത്തെ ഇന്ത്യയുടെ മഹത്തായ വിപ്ലവമെന്നോ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്നോ ഒക്കെ വിശേഷിപ്പിക്കാറുണ്ട്. 1857 നടന്ന ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷുകാർ എന്താണ് വിളിച്ചത്? ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ശിപായി ലഹള എന്നാണ് വിളിച്ചത്. അടുത്ത ചോദ്യം, 1857 നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെയാണ്? ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത്. അടുത്ത ചോദ്യം, 1857 നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? മംഗൾ പാണ്ഡെയായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി. അടുത്ത ചോദ്യം, 1857 വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആര്? VD സവർക്കറാണ് 1857 വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരാണ്? ഖുദിറാം ബോസ് ആണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി. അടുത്ത ചോദ്യം, 1857 വിപ്ലവത്തിൽ ഗോറില്ല യുദ്ധമുറ സ്വീകരിച്ച വിപ്ലവകാരി ആരായിരുന്നു? താന്തിയ തോപ്പിയാണ് 1857 വിപ്ലവത്തിൽ ഗൊറില്ല യുദ്ധമുറ സ്വീകരിച്ചത്. അതായത് ഒളിച്ചിരിക്കുക, അപ്രതീക്ഷിതമായി പെട്ടെന്ന് ആക്രമണം നടത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ യുദ്ധരീതി. അടുത്ത ചോദ്യം, താന്തിയ തോപ്പിയുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു? രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നായിരുന്നു താന്തിയ തോപ്പിയുടെ യഥാർത്ഥ പേര്. അടുത്ത ചോദ്യം, നാനാ സാഹിബിൻ്റെ യഥാർത്ഥ പേര് എന്തായിരുന്നു? നാനാ സാഹിബിൻ്റെ യഥാർത്ഥ പേര് ബാലാജി ബാജ്റാവു എന്നായിരുന്നു. ദന്തോപാന്ത് എന്നും അറിയപ്പെട്ടിരുന്നു. അടുത്ത ചോദ്യം, 1857 എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? സൂര്യനാരായണ സെൻ ആണ് 1857 എന്ന ഗ്രന്ഥം രചിച്ചത്. അടുത്ത ചോദ്യം, ഝാൻസി റാണിയുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു? മണികർണിക എന്നായിരുന്നു ഝാൻസി റാണി ലക്ഷ്മിഭായിയുടെ യഥാർത്ഥ പേര്. അടുത്ത ചോദ്യം, 1857 വിപ്ലവത്തിന് ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ആരെല്ലാം? ബഹദൂർ ഷാ സെക്കൻഡ്, ജനറൽ ഭക്ത് ഖാൻ എന്നിവരായിരുന്നു 1857 വിപ്ലവത്തിന് ഡൽഹിയിൽ നേതൃത്വം നൽകിയത്. അടുത്ത ചോദ്യം, ഡൽഹിയിലെ വിപ്ലവം അടിച്ചമർത്തിയത് ആര്? സർ ജോൺ നിക്കോൾസനാണ് ഡൽഹിയിലെ വിപ്ലവം അടിച്ചമർത്തിയത്. അടുത്ത ചോദ്യം, ബീഹാറിലെ ജഗദീഷ്പൂർ, ആര എന്നിവിടങ്ങളിൽ സമരം നയിച്ചത് ആരാണ്? കൻവർ സിംഗ് ആണ് ബീഹാറിൽ സമരം നയിച്ചത്. ബീഹാറിലെ ജഗദീഷ്പൂർ, ആര എന്നിവിടങ്ങളിൽ കൻവർ സിംഗ് നടത്തിയ വിപ്ലവത്തെ അടിച്ചമർത്തിയത് ആരാണ്? വില്യം ടെയ്ലറാണ് കൻവർ സിംഗിൻ്റെ ബീഹാറിലെ വിപ്ലവത്തെ അടിച്ചമർത്തിയത്. അടുത്ത ചോദ്യം, ലക്നൌവിൽ വിപ്ലവം നയിച്ചത് ആരൊക്കെ? മൗലവി അഹമ്മദുള്ള ലക്നൌവിലാണ് വിപ്ലവം നയിച്ചത്. എന്നാൽ ബീഗം ഹസ്രത്ത് മഹൽ ലക്നൌവിലും അവന്തിലും വിപ്ലവം നയിക്കുകയുണ്ടായി. അടുത്ത ചോദ്യം, കാൺപൂരിൽ വിപ്ലവം നയിച്ചത് ആരെല്ലാം? നാനാ സാഹിബ്, അസിമുള്ള ഖാൻ എന്നിവരാണ് കാൺപൂരിൽ വിപ്ലവം നയിച്ചത്. അടുത്ത ചോദ്യം, ലക്നൗ, അവന്ത്,
കാൺപൂർ എന്നിവിടങ്ങളിൽ നടന്ന വിപ്ലവത്തെ അടിച്ചമർത്തിയത് ആര്? കേണൽ ക്യാമ്പലാണ് ലക്നൗ, അവധ്, കാൺപൂർ എന്നിവിടങ്ങളിൽ നടന്ന വിപ്ലവത്തെ അടിച്ചമർത്തിയത്. അടുത്ത ചോദ്യം, ഝാൻസിയിലും ഗ്വാളിയാറിലും വിപ്ലവം നയിച്ചവർ ആരെല്ലാം? ഝാൻസി റാണി ലക്ഷ്മിഭായി ഝാൻസിയിലും ഗ്വാളിയാറിലും, താന്തിയ തോപ്പി കാൺപൂരിലും ഗ്വാളിയാറിലും വിപ്ലവം നയിക്കുകയുണ്ടായി. അടുത്ത ചോദ്യം, ഝാൻസി റാണി ലക്ഷ്മിഭായിയെ പരാജയപ്പെടുത്തിയത് ആരാണ്? ഹ്യൂഗ്രോസ് ആണ് ഝാൻസി റാണി ലക്ഷ്മിഭായിയെ പരാജയപ്പെടുത്തിയത്. അടുത്ത ചോദ്യം, വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആര്? ഹ്യൂഗ്രോസ്. ഝാൻസി റാണിയെ വിപ്ലവത്തിൽ പരാജയപ്പെടുത്തിയ പട്ടാള മേധാവി സർ ഹ്യൂഗ്രോസ് തന്നെയാണ് വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം, ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആര്? ജവഹർലാൽ നെഹ്റു ആണ് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി ഭാഗവുമായി ഉടനെ എത്തുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക്